ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ പറയുന്നത് ലോസ് ഓഫ് മോഷൻ ഇംപ്രൂവ്മെന്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ് ലോസ് ഓഫ് മോഷൻ. ആ ലോസ് ഓഫ് മോഷൻ ഫസ്റ്റ് പാർട്ടിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ എടുത്ത് അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും വിചാരിക്കുന്നുണ്ടോ. അടുത്ത പാർട്ട് 2 ആണ്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് പറയേണ്ടത് എന്താ ഫ്രിക്ഷൻ. എന്താ ഫ്രിക്ഷൻ? വാട്ട് ഈസ് മെന്റ് ബൈ ഫ്രിക്ഷൻ? ഫ്രിക്ഷൻ എന്താ നോക്കാം. ഫ്രിക്ഷൻ അല്ലേ? എന്താ ഫ്രിക്ഷൻ? ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പം നമ്മളിവിടെ കണ്ടില്ലേ, ഇത് രണ്ട് ഡസ്റ്ററാണ്. ഈ ഡസ്റ്ററിൽ ഈ ഡസ്റ്റ് എന്തെങ്കിലും ഒരു ഫോഴ്സ് വഹിക്കാം. അപ്പോൾ വെൻ എ ബോഡി മൂവ്സ് ഓർ ടു മൂവ് ഓവർ ദി അതർ സർഫസ് അല്ലെ, ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ പ്രതലത്തുമിൽ മൂവ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത്, മൂവ് ചെയ്യാനുള്ള പ്രവണത കാണിക്കുന്ന സമയത്ത് ഈ ബോഡി ഇവിടെ ഒരു ഫോഴ്സ് വഹിക്കും. ആ ഫോഴ്സ് വഹിക്കുമ്പോൾ ഈ സ്പോഞ്ച് രൂപത്തിലുള്ള പിന്നെ ഡസ്റ്റർ അങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് വഹിക്കും. ഒന്നിങ്ങോട്ട് ബ്രേക്കും, ഒന്നങ്ങോട്ട് ബ്രേക്കും. അപ്പോൾ ആ ഓപ്പോസിറ്റ് ഫോഴ്സ് ആണത് ഫ്രിക്ഷൻ. ഓക്കെ, വെൻ എ ബോഡി moves or tend to move over the other surface, opposite forces between two surfaces in contact is called friction. ഞാനിപ്പോൾ ഒരു പ്രതലത്തിൽ ചവിട്ടുമ്പോൾ ഒരു ഫലം ഫോഴ്സ് അങ്ങോട്ട് പ്രയോഗിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവിടെ നിന്ന് എർത്ത് ഒരു ഫോഴ്സ് ഇങ്ങോട്ട് വരിക. അപ്പോൾ ഓപ്പോസിറ്റ് ഫോഴ്സ് ഉണ്ടാവും. അങ്ങനെ ഓപ്പോസിറ്റ് ഫോഴ്സ് ഉണ്ടാകുമ്പോൾ ഈ കാല് ആ പ്രതലത്തിന്മേൽ മൂവ് ചെയ്യാനുള്ള പ്രവണത കാണിക്കും. ആ ഓപ്പോസിറ്റ് പ്രവണത കാണിക്കുന്ന ആ ഓപ്പോസിറ്റ് ഫോഴ്സ് ആണെന്ന് ഫ്രിക്ഷൻ. ഓക്കെ, യെസ്. ഇനി നമുക്ക് ഫ്രിക്ഷന് കാരണം എന്താ? ഫ്രിക്ഷന് കാരണം കോസ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ലാർജ്ലി ഡ്യൂ ടു molecular force of attraction between two surfaces in contact. നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു കാല് ഈ സർഫസിൽ വെക്കുമ്പോൾ ഒരു ഫോഴ്സ് അങ്ങോട്ട് പ്രയോഗിക്കും, എർത്തിൻ്റെ സർഫസ് പ്രയോഗിക്കും. അപ്പോൾ എർത്ത് ഇങ്ങോട്ട് ഒരു ഫോഴ്സ് പ്രയോഗിക്കും. അപ്പോൾ ഈ കാലിനടിയിലും ആ സർഫസിനടിയിൽ മോളിക്യൂൾസ് ഉണ്ടാവും. ആ മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ട് ചെയ്യുമ്പോൾ നമ്മളത് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യാൻ കാരണം ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ്. ആ ഓപ്പോസിറ്റ് ഫോഴ്സിന് പറയുന്ന പേരാണിത് ഫ്രിക്ഷൻ. ഓക്കെ, അതാണ് കോസ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ലാർജ്ലി ഡ്യൂ ടു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു മോളിക്യൂൾസ് ഇൻ സർഫസ് ഇൻ കോണ്ടാക്ട്. ഓക്കെ, രണ്ട് മോളിക്യൂൾ തമ്മിൽ ആകർഷിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് എന്ത്? ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ when a body moves or tend to move over the surface, opposite force between two surfaces in contact is called friction. Cause of friction is largely due to force of attraction between two molecules in surface in contact. Okay, force friction can be classified into various types: static friction, kinetic friction, static friction, kinetic friction, rolling friction, sliding friction, then angular friction. ഇങ്ങനെ തരത്തിലുള്ള ഫ്രിക്ഷൻ അല്ല. കൂടുതലും കാര്യങ്ങൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ the frictional force which comes into a vector or a body starts over the surface of the other body. എന്താണ് നമ്മൾ എടുക്കുമ്പോൾ ഒരു ബോഡി മൂവിന് മുമ്പേ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ആണത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പറഞ്ഞല്ലേ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. Yes, but when a body frictional force which comes into a vector before a body starts to move over the other surface. ഒരു ബോഡി മറ്റൊരു ബോഡിയുമിൽ മൂവ് ചെയ്യുന്നതിന് മുമ്പേ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ, മൂവ് ചെയ്യാനുള്ള പ്രവണത ഉണ്ടാകും. ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് ജസ്റ്റ് മൂവിന് മുമ്പേ ഉണ്ടാകുന്ന ഫ്രിക്ഷനാണത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? Frictional force which comes into a vector when a body there is relaxed motion between two surfaces in contact. ഒരു ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രിക്ഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. ആ ഫ്രിക്ഷൻ ആണ് എന്ത്? കൈനറ്റിക് ഫ്രിക്ഷൻ. ഒരു ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആ ബസ്സിൽ ടയറിന് ഇങ്ങനെ ഫ്രിക്ഷൻ കിട്ടിക്കൊണ്ട് അത് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. അല്ലേ, നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ അത് ഫ്രിക്ഷൻ ഉണ്ടാവും, അത് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഞങ്ങൾ പഠിക്കേണ്ടത് ലൈനിൻ്റെ ഡെഫിനിഷൻ കാര്യമായിട്ട് പഠിക്കണം, ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ അതോടെ റോളിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ് വിച്ച് കംസ് ഇൻ എഫക്റ്റ് വെൻ എ ബോഡി റോൾസ് ഓവർ ദി സർഫസ് ഓഫ് ദി അതർ ബോഡി. ഒരു ബോഡി മറ്റൊരു ബോഡിയുമേൽ ഉരുളുക. നമുക്ക് ടയർ ടയറിങ്ങനെ പോകുന്നില്ലേ, അത് റോളിംഗ് ഫ്രിക്ഷനാണ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് വിച്ച് കംസ് ഇൻ ടു എഫക്റ്റ് when a body rolls over the surface of the other body is called
റോളിംഗ് ഫ്രിക്ഷൻ. ഒരു വസ്തു മറ്റൊരു വസ്തുവിന്മേൽ തിരിയുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷനാണ് റോളിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, ഇനി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ അല്ലേ. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? Sliding a frictional force which comes into a vehicle when a body slides over the surface of the other body is called sliding friction. സ്പീഡിൽ പറയാൻ കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമോ മനസ്സിലാക്കാൻ പോലെ അതാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ചെരിയുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷനാണ് സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്ലൈഡിങ് ഫ്രിക്ഷൻ. ഓക്കെ, ഇനി മാക്സിമം വാല്യൂ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് കോൾഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയും. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അതിനാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ പറയുക അല്ലെ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് കോൾഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുക. ഫ്രിക്ഷൻ എന്താണ് കാര്യമായിട്ട് മനസ്സിലാക്കുക. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫ്രിക്ഷണൽ ഫോഴ്സ് വിച്ച് കംസ് ഇൻ ടു എഫക്റ്റ് before a body starts to move on the surface of the other body is called എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഒരു വസ്തു മറ്റൊരു വസ്തുവിന്മേൽ മൂവ് ചെയ്യുമ്പോൾ മുമ്പേ ഉണ്ടാകുന്ന ഫ്രിക്ഷനാണ്. ഇതിപ്പോൾ ഇവിടെ വെക്കുന്ന ഒരു വസ്തുത ഇല്ല, ഞാൻ ഇവിടെ വെക്കുന്നത്, ഞാൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിന് മുമ്പേ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ. മൂവില്ല, ഞാൻ പ്രവണത കാണിക്കാറുണ്ട്. യെസ്, അപ്പോൾ ഒരു വസ്തു ഇങ്ങനെ മൂവ് ചെയ്യേണ്ടിക്കൊണ്ടിരുന്നതാണ് എന്ത് കൈനറ്റിക് ഫ്രിക്ഷൻ അല്ലേ. നോക്കി കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ലോസ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയും. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലെ, സ്റ്റാറ്റിക് അല്ലേ. ഫസ്റ്റ് 4 പോയിന്റ് പഠിക്കും എന്നാ. ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയേഷൻ പഠിക്കണം. Fs ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R, നോർമൽ റിയേഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ റെപ്രസെന്റ് ചെയ്യുക എസ് അല്ലേ, Fs. നോർമൽ റിയേഷൻ റെപ്രസെന്റ് ചെയ്യുക എന്താണ് R. എന്ന നോർമൽ റിയേഷൻ നമ്മളിപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇവിടെ നിന്ന് തോന്നുന്നു, ഇപ്പോൾ ഇവിടുന്ന് മൂവ് ചെയ്യണം. അപ്പോൾ മൂവ് ചെയ്യുന്നതിന് മുമ്പേ ഉണ്ടാകുന്ന ഫ്രിക്ഷനാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പം നമ്മൾ ബ്രെയിനിലേക്ക് എന്ത് ചെയ്യുക, നോർമൽ റിയേഷൻ വരും, ബ്രെയിനിലേക്ക് എനർജി വരും. ബ്രെയിനിലേക്ക് എനർജി വരുമ്പോൾ നമുക്ക് തോന്നുന്നു, തലച്ചോറ് തോന്നുന്നു ഇപ്പം മൂവ് ചെയ്യണം. അപ്പം നോർമൽ റിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവും, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി നോർമൽ റിയേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് Fs ഈസ് ഈക്വൽ ടു എന്താ, ഈ പ്രൊപ്പോർഷൻ മാറ്റി മ്യൂ എന്ന് കൊടുക്കുക. മ്യൂ ഈസ് ദി കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. മ്യൂ ഈസ് ദി coefficient of friction. അപ്പോൾ Fs is equal to the mu into R, where Fs is the static friction, mu is the coefficient of friction, R is the normal reaction. അപ്പോൾ mu കാണുമ്പോൾ mu is equal to Fs by R. അപ്പം നോർമൽ റിയേഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഞങ്ങൾ മൂവ് ചെയ്യണമെന്ന് തോന്നുന്നു. ആ മൂവ് ചെയ്യുന്നതിന് മുമ്പേ ഉണ്ടാകുന്ന ഫ്രിക്ഷനാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കിട്ടണമെങ്കിൽ എന്ത് വേണം, നോർമൽ റിയേഷൻ വേണം. അപ്പം നമ്മൾ മ്യൂ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ അല്ലേ. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി ratio of the static friction to the normal reaction. അപ്പോൾ നോർമൽ റിയേഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവും. അതാണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലേക്ക് പോകാം. ഏതിലേക്ക്, ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. മാക്സിമം വാല്യൂ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് കോൾഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് ചോദിച്ചാലും ലോസ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ചോദിച്ചാൽ രണ്ടും സെയിം ആണ്. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണ്, ഡിപ്പെൻസ് അപ്പോൺ ദി നാച്ചർ ഓഫ് ദി സർഫസസ് ഇൻ കോണ്ടാക്ട് അല്ലേ. ഒരു സർഫസിന് കോണ്ടാക്ട് ചെയ്യുന്ന സർഫസിന്റെ സ്വഭാവത്തെ അനുസരിച്ചാണ് എന്തുണ്ടാകുന്നത്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാകുന്നത്. അതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലേ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നാച്ചർ ഓഫ് ദി സർഫസസ് ഇൻ കോണ്ടാക്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആക്ട്സ് ടാൻജൻഷ്യലി ഫോർ ദി സർഫസ് ഇൻ കോണ്ടാക്ട് അല്ലേ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ടാൻജൻഷ്യലായിട്ടാണ് ആക്ട് ചെയ്യുക, ടാൻജൻഷ്യലായിട്ടാണ് ആക്ട് ചെയ്യുക. അതാണ് ടാൻജൻഷ്യലായിട്ട്. ഇപ്പം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇങ്ങനെ മൂവ് ചെയ്യുന്ന മുമ്പ് ചെയ്ത ടാൻജൻഷ്യലായിരിക്കും അല്ലേ. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആക്ട്സ് tangentially for the surface in contact. Okay,
നെക്സ്റ്റ് തേർഡ് വണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഏരിയ ഓഫ് ദി സർഫസസ് ഇൻ കോണ്ടാക്ട്. ഏരിയയെ ആശ്രയിക്കില്ല. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എവിടെ ഉണ്ടാവും, പക്ഷേ ഏരിയ ഡിപ്പെൻഡ് ചെയ്യൂല എന്നാണ് പറയുന്നത്. നാലാമത്തെ പോയിന്റ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി നോർമൽ റിയാക്ഷൻ F ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്സ് ദി ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് ചോദിക്കാം. അപ്പോൾ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും? ഫസ്റ്റ് വൺ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നാച്ചർ ഓഫ് ദി സർഫസസ് ഇൻ കോണ്ടാക്ട്. സർഫസ് കോണ്ടാക്ട് ചെയ്യേണ്ട സർഫസിന്റെ സ്വഭാവത്തെ ആശ്രയിച്ച് മാത്രമേ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവുകയുള്ളൂ. സെക്കൻഡ് വൺ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആക്ട്സ് ടാൻജൻഷ്യലി ഓൺ ദി സർഫസസ് ഇൻ കോണ്ടാക്ട്. കോണ്ടാക്ട് ചെയ്യുന്ന പ്രതലത്തിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ടാൻജൻഷ്യലായിട്ടുണ്ടാകും. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ടാൻജൻഷ്യലായിട്ടുണ്ടാകും. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. അങ്ങനെ 4 പോയിന്റ് ആണ് ഇതിൽ കൂടി ഞങ്ങൾ പഠിക്കുന്നത്. അതേപോലെ നമുക്ക് പഠിക്കുന്നത് ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ് പഠിക്കുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് തന്നെയാണ് അല്ലെ. ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ വെരി ഇമ്പോർട്ടൻ്റ്. ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഇതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഈ ചാപ്റ്ററിന് പബ്ലിക് എക്സാം ഇംപ്രൂവ്മെന്റ് വരുന്നത് 12 മാർക്കിന് ക്വസ്റ്റ്യൻ ആണ് വരിക. അതൊന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് വൺ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്? ഫസ്റ്റ്, kinetic friction depends upon the nature of the surfaces in contact. Second one, kinetic friction എന്താണ്? kinetic friction does not depends upon velocity. velocity ആശ്രയിക്കുന്നില്ല അല്ലേ. തേർഡ് വൺ, kinetic friction എന്താണ്? The kinetic friction is independent of the area of the surfaces contact. area ആശ്രയിക്കുകയില്ല. Then kinetic friction is directly proportional to normal reaction. Kinetic friction represents Fk directly proportional to R, normal reaction. Then Fk is equal to mu into R. Can you understand? നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് എന്താണ് kinetic ഫ്രിക്ഷൻ്റെ ലോ അല്ലേ. അപ്പം ഞങ്ങളിപ്പോൾ പഠിച്ചത് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പഠിച്ചു, ലോസ് ഓഫ് kinetic ഫ്രിക്ഷൻ പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് ഇനി നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. അഡ്വാൻറ്റേജസ് ഓഫ് friction. Advantages of friction. ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. വെരി ഇമ്പോർട്ടൻ്റ് ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജ് അല്ലേ. വി ആർ ഏബിൾ ടു വാക്ക് ഓൺ ദി ഗ്രൗണ്ട് ഓർ റോഡ്. റോഡിൽ കൂടി നമുക്ക് ചലിക്കാൻ കഴിയും, നടക്കാൻ പറ്റുന്നു. ബസ്സസ് ആൻഡ് കാർസ് ക്യാൻ പ്ലേ ഓൺ ദി റോഡ് അല്ലെ. റോഡിൽ നിന്ന് ബസ്സുകളും കാറുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നു. അതിൽ എന്താണ്? നെസസിറ്റിയാണ്. അപ്പോൾ ഫ്രിക്ഷൻ ഈസ് നെസസിറ്റി. വൈ എന്ന് വെച്ചാൽ we are able to walk on the ground. Therefore friction is necessity അല്ലേ. ഫ്രിക്ഷൻ ഇല്ലാതെ നമുക്ക് നടക്കാൻ കഴിയുകയില്ല. അപ്പോൾ അത് അത്യാവശ്യമാണ് അല്ലേ. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരിക, ഫ്രിക്ഷൻ ഈസ് നെസസിറ്റി വൈ. ഫ്രിക്ഷൻ ഈസ് നെസസിറ്റി വൈ എന്ന് വെച്ചാൽ we are able to walk on the ground. ഓക്കെ, നമുക്ക് ഗ്രൗണ്ടിൽ കൂടി നടക്കണമെങ്കിൽ ഫ്രിക്ഷൻ ആവശ്യമാണ്, ഓപ്പോസിറ്റ് ഫോഴ്സ് വേണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബലം അർത്ഥത്തിലേക്ക് പ്രയോഗിക്കുമ്പോൾ ഭൂമി തിരിച്ചിങ്ങോട്ട് പ്രയോഗിക്കും. ആ ഓപ്പോസിറ്റ് ഫോഴ്സിനായി എന്ത് പറയുന്നത്? ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്കിത് 2 പോയിന്റ് എന്താ? ഫസ്റ്റ് വൺ, അഡ്വാൻറ്റേജസ് ഫ്രിക്ഷൻ എന്താണ്? വി ആർ ഏബിൾ ടു വാക്ക് ഓൺ ദി ഗ്രൗണ്ട്. സെക്കൻഡ് വൺ, ബസ്സസ് ആൻഡ് കാർസ് ക്യാൻ പ്ലേ ഓൺ ദി ഗ്രൗണ്ട്. ഓക്കെ, റോഡ്. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താ പറയുക? സ്ക്രൂസ് ആൻഡ് നെയിൽസ് ആർ ജോയിൻ ടു സർഫസ്. സർഫസിൽ എന്ത് ചെയ്യുന്നു? സ്ക്രൂവും പിന്നെ അത് എന്താണ് ആണികളെ തറപ്പിക്കാൻ എന്ത് വേണം? ഫ്രിക്ഷൻ വേണം. അതുപോലെ തന്നെ എന്ത് പറയാൻ പറ്റും? വിതൗട്ട് ക്യാൻ ഈവൻ ഹോൾഡ് പെൻ അല്ലേ. വി കനോട്ട് ഹോൾഡ് ഈവൻ വിത്തൗട്ട് ഫ്രിക്ഷൻ. വി കനോട്ട് ഹോൾഡ് ഈവൻ എ പെൻ അല്ലെ. ഫ്രിക്ഷൻ ഇല്ലാതെ നമുക്ക് പേന പിടിക്കാൻ പോലും പറ്റൂല. വിത്തൗട്ട് ഫ്രിക്ഷൻ വി കനോട്ട് ഹോൾഡ് ഈവൻ എ പെൻ അല്ലേ. ഫ്രിക്ഷൻ ഇല്ലാതെ നമുക്ക് പേന പോലും പിടിക്കാൻ പറ്റുകയില്ല. ഇതാണ് അഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജസ് ആണെന്ത്? എൻ്റെ നെസസിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫ്രിക്ഷൻ ഈസ് നെസസറി. ഫ്രിക്ഷൻ ആവശ്യമാണെന്ന് ചോദിച്ചാൽ വി ആർ ഏബിൾ ടു വാക്ക് ഓൺ ദി ഗ്രൗണ്ട്. ദെയർഫോർ ഫ്രിക്ഷൻ ഈസ് നെസസിറ്റി. ഓക്കെ, നെക്സ്റ്റ് ഡിസ്അഡ്വാൻറ്റേജസ് എന്താണ്? ഡിസ്അഡ്വാൻറ്റേജസ് അല്ലെ. വെരി ഇമ്പോർട്ടൻ്റ്, എല്ലാം വരുന്നതാണ് അല്ലെ. ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ ചോദിച്ചാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് അല്ലെ. ഡിസ്അഡ്വാൻറ്റേജസ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഈവിലാണ്. ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എന്താ? ടയേഴ്സ് ആൻഡ് എന്താ പിയറിങ് ആൻഡ് ടിയറിങ് ഓഫ് എന്താ മെക്കാനിക്കൽ പാർട്സ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ മുഖേന എന്താ ടയറുകളെല്ലാം കയറിപ്പോകും.
ഫ്രിക്ഷൻ കൂടുമ്പോൾ ടയർ കയറും. അപ്പോൾ ടയറിന് തേമാൻ ബസ്സിൻ്റെ ടയറിന് താഴ്മ ഫ്രിക്ഷൻ കൂടുമ്പോൾ എന്താ ടയർ കയറിപ്പോവും. അപ്പോൾ ഫ്രിക്ഷൻ കൂടും വേഗത കുറയും. ഫ്രിക്ഷൻ കുറയുമ്പോൾ വേഗത കൂടുമെന്നാണ്. അപ്പോൾ വിയറിംഗ് ആൻഡ് ടിയറിംഗ് ഓഫ് ടയേഴ്സ് ഡ്യൂ ടു ഫ്രിക്ഷൻ. വിയറിംഗ് ആൻഡ് ടിയറിംഗ് ഓഫ് ടയേഴ്സ് ഡ്യൂ ടു ഫ്രിക്ഷൻ അല്ലെ. ഫ്രിക്ഷൻ കാരണത്താൽ വാഹനങ്ങളുടെ ടയറുകൾ കയറിപ്പോകുന്നു അല്ലെ. അത് ഫ്രിക്ഷൻ ഈസ് ഈവിലാണ്. ഫ്രിക്ഷൻ ഈസ് ഈവിൽ. വൈ എന്ന് ചോദിച്ചാൽ വിയറിംഗ് ആൻഡ് ടിയറിംഗ് ഓഫ് ടയേഴ്സ് ഡ്യൂ ടു ഫ്രിക്ഷൻ. therefore friction is evil. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്ത് ഞങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ദി സ്പീഡ് ഓഫ് വെഹിക്കിൾസ്. വാഹനങ്ങളുടെ വേഗത വരെ കുറക്കാൻ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ കൂടുമ്പോൾ വേഗത കുറയും. അതാണ് അതും നമ്മൾ എന്താണ് ഫ്രിക്ഷൻ എന്താണ് ഈവിലാണ്. ഓക്കെ, നെക്സ്റ്റ് ഫ്രിക്ഷൻ ഈസ് ഈവിൽ ആൻഡ് നെസസിറ്റി എന്ന് ചോദിച്ചാലോ, അല്ല ഫ്രിക്ഷൻ ഈസ് നെസസിറ്റി ഈവിൽ എന്ന് ചോദിച്ചാലോ, ഫ്രിക്ഷൻ ആസ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ്. ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജസ് എന്നാൽ വി ആർ ഏബിൾ ടു വാക്ക് ഓൺ ദി ഗ്രൗണ്ട്. അപ്പം ഗ്രൗണ്ടിൽ കൂടി നടക്കാൻ ഫ്രിക്ഷൻ ഇല്ലാതെ നടക്കാൻ പറ്റില്ല. പക്ഷെ ഫ്രിക്ഷൻ കൂടുമ്പോൾ വാഹനങ്ങളുടെ ടയറുകൾ കയറിപ്പോവും. അത് ഡിസ്അഡ്വാൻറ്റേജസ് ആണ്, അത് ഈവിലാണ്. ഓക്കെ, നെക്സ്റ്റ് ഇത്ര കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഇതിൽ കൂടി ഞങ്ങൾ പഠിക്കാനുള്ളത്. അടുത്ത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് 100% വരുന്ന ക്വസ്റ്റ്യനിലേക്കാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് മോഷൻ ഓഫ് car on a curved level road. Now, motion of car on curved level road. Now, ഇതാണ് കർവ്ഡ് റോഡ്. കർവ്ഡ് റോഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞ വഴി കാണാൻ പറ്റാം. വളഞ്ഞ റോഡ് കാണാൻ പറ്റും അല്ലേ. ഇങ്ങനെ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് വരക്കുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ കാറിനെ ഇത് കാറാണ്. ജസ്റ്റ് നിങ്ങൾക്ക് നോട്ടീസിലുണ്ടാവും, മനസ്സിലാക്കുക കാറില്ല. ഇങ്ങനെ റോഡ് ഇങ്ങനെ വളഞ്ഞിട്ടുള്ള റോഡാണ്. പക്ഷെ ഇങ്ങനെ കാർ ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ മൂവ് ചെയ്യുമ്പോൾ ടയറിൻ്റെ ഇവിടെ ടയർ ഇത് റോഡ് ഇത് ടയർ, കാറിൻ്റെ ടയർ അല്ലേ. ആ റോഡിന്മേൽ ഫ്രിക്ഷൻ ബ്രേക്ക്, അതാണ് F1. ഈ സെക്കൻഡ് ടയർ ബ്രേക്കുന്ന ഫ്രിക്ഷൻ F2 എന്നുണ്ട്. അങ്ങനെ ബ്രേക്കുമ്പോൾ ഈ റോഡ് തിരിച്ചങ്ങോട്ട് എന്താ റിയേഷൻ ചെയ്യും. അത് R1 നോൺ റിയേഷൻ. അപ്പോൾ റോഡ് തിരിച്ചങ്ങോട്ട് പറയുന്നത് R2 ഇതാണ്. യെസ്, ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, യെസ്, ഓക്കെ, ഇങ്ങനെ വരും. അപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ ഒരു എന്താണ് റോഡ് ഇങ്ങനെ കർവായിട്ട് വരും. അപ്പോൾ കാറിങ്ങനെ ഇങ്ങനെ വരും, ചൊരയില്ല, കർവ്ഡ് റോഡ്. അപ്പോൾ മോഷൻ ഓഫ് കാറുടെ കർവ്ഡ് റോഡ് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് കർവ്ഡ് റോഡിൽ കൺസിഡർ ഇങ്ങനെ പറയാം, കൺസിഡർ കാർ ഓഫ് മോഷൻ ഓഫ് കർവ്ഡ് ലെവൽ റോഡ് ഓഫ് റേഡിയസ് R വിത്ത് സ്പീഡ് V. അങ്ങനെ ഈ എന്താണ് കർവ് റോഡിൽ അല്ലേ കൺസിഡർ കാർ ഓഫ് കർവ്ഡ് ലെവൽ, കൺസിഡർ മോഷൻ ഓഫ് കാർ ഓൺ കർവ്ഡ് ലെവൽ റോഡ്. കർവ്ഡ് ലെവൽ റോഡിൽ കൂടി പോകുന്ന കാറിന്റെ ചലനം പരിഗണിക്കാം വിത്ത് സ്പീഡ് V ആൻഡ് ഡിസ്റ്റൻസ് R അല്ലേ. അപ്പം വിത്ത് സ്പീഡ് V ആണ് അല്ലേ. ഇനി നമ്മളിങ്ങനെ പരിഗണിച്ച ശേഷം ഈ എന്താണ് കാറിങ്ങനെ ഇങ്ങനെ എന്താ ഈ വളഞ്ഞ റോഡാണ്, ചൊരയുടെ വളഞ്ഞ റോഡിന് കാർ ഇങ്ങനെ തിരികെ വരും. അങ്ങനെ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദി റോഡ് ആൻഡ് ടയർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ കാറിൻ്റെ ടയർ എന്താണ്
ഈ റോഡിന്മേൽ ഫോഴ്സ് പ്രയോഗിക്കും, റോഡ് തിരിച്ചങ്ങോട്ടും പ്രയോഗിക്കും. അതാണ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദി റോഡ് ആൻഡ് ടയർ പ്രൊവൈഡ്സ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ ഇവിടെ എന്താണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവും. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാകുമ്പോൾ ഇൻ ഓർഡർ ടു കീപ് ദി കാർ ഇൻ മോഷൻ അറൗണ്ട് ദി കർവ്ഡ് റോഡ്. അപ്പോൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉള്ളതുകൊണ്ട് ഈ കാറ് എന്ത് ചെയ്യുന്നത്, ഈ സർക്കുലർ റോഡിൽ കൂടി കർവ്ഡ് റോഡിൽ കൂടി എന്താ ചെയ്യാതെ കാർ ഇങ്ങനെ മൂവ് ചെയ്യും. അതേ മനസ്സിലാക്കണം. അപ്പോൾ എങ്ങനെ മനസ്സിലാക്കുക, വെരി ഇമ്പോർട്ടൻ്റ് 5 മാർക്ക് അല്ലെ 4 മാർക്കിൽ ക്വസ്റ്റ്യൻ ഉറപ്പാണ്, 100% വരുന്നത്. മോഷനോ കാറോളെ കർവ്ഡ് ലെവൽ റോഡ്. ഓക്കെ, ഇതെങ്ങനെ പറയുന്ന പറഞ്ഞാൽ കൺസിഡർ എ മോഷൻ ഓഫ് കാർ ഓൺ കർവ്ഡ് ലെവൽ റോഡ് ഓഫ് റേഡിയസ് ആർ വിത്ത് സ്പീഡ് വി എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ കാർ ഇങ്ങനെ ചെരിയാതെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദി റോഡ് ആൻഡ് ടയർ പ്രൊവൈഡ്സ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഇതെന്താ, റോഡിനും ടയറിനിടയിൽ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ടാവും. ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോൾ ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവും. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാകുമ്പോൾ ഇൻ ഓർഡർ ടു കീപ് ദി കാർ ഇൻ മോഷൻ അറൗണ്ട് ദി കർവ്ഡ് റോഡ്. അപ്പോൾ എന്തിന്, അതേ കർവ്ഡ് റോഡിൽ കൂടി ചെരിയാതെ മൂവ് ചെയ്യാനുള്ള കഴിവ് ആ റോഡ് ടയറിന് കൊടുക്കുന്നു. മനസ്സിലായോ? കൊടുക്കുമല്ലോ. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കാറിൻ്റെ ടയർ. അപ്പം എന്ത് ചെയ്യുന്നു, കാറിൻ്റെ ടയർ അല്ലേ. അപ്പം ടയർ എന്താ, ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദി റോഡ് ആൻഡ് ടയേഴ്സ്. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ F1 and F2 at the inner and outer tires. ഇന്നർ ആൻഡ് ഔട്ടർ സൈഡ്, ഉള്ളിലുള്ളിലും പുറത്തുള്ള ടയറുകൾ എന്താ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ടാവും. ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ F1 and F2. അപ്പോൾ ടയറിൻ്റെ റോഡിൽ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ പ്രയോഗിക്കും, അതുപോലെ മറ്റേ ടയറും പ്രയോഗിക്കും. അങ്ങനെ പ്രയോഗിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, റിയേഷൻ ഓഫ് ദി ഗ്രൗണ്ട് at the creation of the ground R1 and R2 at the inner and outer tire. അപ്പോൾ ഇന്നറിലും ഔട്ടർ ടയറിലും ഗ്രൗണ്ടിന് റിയാക്ട് ചെയ്യും. ഗ്രൗണ്ടിൽ നിന്ന് അർത്ഥം അങ്ങോട്ട് റിയാക്ട് ചെയ്യും. അതിവിടെ ഈ ടയറിൽ കൊടുക്കുന്ന റിയാക്ഷൻ R1, ഈ ടയറിൽ കൊടുക്കുന്ന റിയാക്ഷൻ R2. അങ്ങനെയാണെങ്കിൽ നോർമൽ ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, നോർമൽ റിയാക്ഷൻ F1 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R1. then F1 is equal to mu into R1. ഇപ്പം പഠിച്ചില്ലേ. നെക്സ്റ്റ് അങ്ങനെയാണ് F2 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R2. then F2 is equal to mu into R2. Yes, this here number 1, this here number 2. Total force of friction between the rod and tires F1 plus F2 is equal to എന്താണ്, mu R1 plus mu R2. then F1 plus F2 is equal to mu ഇവിടെ നിന്ന് taken outside, mu into R1 plus R2 എന്ന് വരും. Next F1 plus F2 total force of friction F is equal to mu into R1 plus R2. This is number 1. ഇനി R1 plus R2 എന്ന് പറഞ്ഞാൽ നോർമൽ റിലേഷൻ ബാലൻസ് ദി വെയിറ്റ് ഓഫ് ദി കാറിൻ്റെ വെയിറ്റിനെ ബാലൻസ് ചെയ്യുന്നത് ആരാണ്, വെയിറ്റിങ്ങിനെ താങ്ങും നോർമൽ ടയറിൻ്റെ ഗ്രൗണ്ട് റോഡിൽ നിന്ന് നോർമൽ റിയേഷൻ അങ്ങോട്ട് ആക്ട് ചെയ്യും. അപ്പം നോർമൽ റിയേഷൻ ബാലൻസസ് ദി വെയിറ്റ് ഓഫ് ദി കാർ. അപ്പോൾ കാറിൻ്റെ വെയിറ്റ് മുമ്പേന കാർ എന്ത് ചെയ്യുന്നു, ടേൺ ചെയ്യുമ്പോൾ ചെരിഞ്ഞു, പക്ഷെ അതിനെ ബാലൻസ് ചെയ്യുന്നതാണ് നോർമൽ റിയേഷൻ ആണ്. അപ്പം നോർമൽ റിയേഷൻ R1 plus R2 is equal to എന്താണ്, mg എന്നാണ് വെയിറ്റ് ഓഫ് ദി കാർ. ദിസ് ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതാം. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ആരാണ്, 2 in 1 2 എടുത്ത് 1 കൊടുക്കാം. അപ്പോൾ F is equal to എന്ത് വരും, mu into R1 plus mu into mg എന്ന് വരും. ദിസ് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ കാറിൻ്റെ വെയിറ്റിനെ ബാലൻസ് ചെയ്യുന്നത് ആരാണ്, നോർമൽ റിയേഷൻ ആണ്. അപ്പോൾ ഇതിൽ പോയിന്റ് എന്താണ്, ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയേഷൻ. അത് നമ്മൾ F1
ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു R1 എഴുതി. അപ്പോൾ F2 ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു R2 എന്ന് എഴുതി. ടോട്ടൽ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ F1 പ്ലസ് F2 ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു R1 പ്ലസ് മ്യൂ ഇൻറ്റു R2. ദെൻ F1 പ്ലസ് F2 ഈസ് ഈക്വൽ ടു മ്യൂ R1 പ്ലസ് R2. ദെൻ F1 പ്ലസ് F2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ F ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു R1 പ്ലസ് R2. R1 പ്ലസ് R2 എന്ന് പറഞ്ഞാൽ നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷൻ ബാലൻസസ് ദി വെയിറ്റ് ഓഫ് ദി car. Weight of the car is R1 plus R2 is equal to mg. Therefore, F is equal to mu into mg. This force of friction is must be equal to എന്താണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഈ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ മുഖേന എന്തായാലും കാറിന് എന്തുണ്ടാവും? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും, സെൻട്രലേക്ക് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ കാറിൻ്റെ ടയർ തെന്നില്ല, അതേപോലെ അവിടെ തന്നെ നിൽക്കും, സ്കിഡ് ചെയ്യുക, അവിടെ തന്നെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? മ്യൂ ഇൻറ്റു എം ജി. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. ദിസ് ഇക്വേഷൻ നമ്പർ 5. Can you understand? ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് സബ്സ്റ്റിറ്റ്യൂട്ട് 5 in 4. സബ്സ്റ്റിറ്റ്യൂട്ട് 5 in 4 അല്ലേ? 5 എടുത്ത് എവിടെ കൊടുക്കണം? 4 കൊടുക്കണം അല്ലേ? 4 കൊടുക്കണം അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് 5 in 4. സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് 5 in 4. 5 in 4. 5 എടുത്ത് കൊടുക്കണം. അപ്പോൾ എഫിൻ്റെ സ്ഥാനത്ത് കൊടുക്കും എം വി സ്ക്വയർ ബൈ ആർ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എം ജി എന്ന് വരും അല്ലേ? അപ്പോൾ എമ്മും പോയി എമ്മും പോയി. യു ക്യാൻ ഫൈൻഡ് ഔട്ട് വി കാണണം. അപ്പോൾ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ ഇങ്ങോട്ട് വരും. അപ്പോൾ മ്യൂ ഇൻറ്റു ആർ ജി എന്ന് വരും. ദെൻ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ ആർ ജി അല്ലേ? മ്യൂ ആർ ജി റൂട്ട് ഓഫ് mu rg. This is the maximum speed of car on a curved level road. അതാണ് മാക്സിമം സ്പീഡ്. ഇതാണ് ഇത് സ്കിഡ് ചെയ്യാണ്ടിരിക്കാനുള്ള മാക്സിമം സ്പീഡാണ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ്. എന്താണ് മനസ്സിലാക്കുക? ഇത് വെരി ഇമ്പോർട്ടൻ്റ്. 5 മാർക്കിലെ 4 മാർക്കിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, യെസ്. ഓക്കെ, നെക്സ്റ്റ് ഇതേപോലെ ഞങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് നോക്കാം. യെസ്, അടുത്ത നമുക്ക് പഠിക്കാനുള്ളത്